നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സ്ആപ്പ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നിങ്ങളൊരു വാട്സ്ആപ്പ് യൂസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാട്സ്ആപ്പിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റുകളും, എല്ലാ മാറ്റങ്ങളും, എല്ലാ ഫീച്ചേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന 7 ഫീച്ചേഴ്സിൽ ചില ഫീച്ചേഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ്, ചിലത് അപ്കമിംഗ് ആയിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കിടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇരിക്കുന്നത് വാട്സ്ആപ്പ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ വീഡിയോ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വാട്സ്ആപ്പിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് വാട്സ്ആപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്വൈപ്പ് അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്ലൈകൾ കൊടുക്കാനായിട്ട് വാട്സ്ആപ്പിൽ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിലൂടെ വാട്സ്ആപ്പിൽ ഓരോ സ്റ്റാറ്റസിന്റെ താഴെയായിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ഒരു ഓപ്ഷൻ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഫീച്ചർ നിങ്ങളുടെ വാട്സ്ആപ്പിലേക്ക് ആഡ് ആകുന്നതാണ്. എന്നാൽ ഇതല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനൂടെ ഇവിടെ ആഡ് ആകാൻ പോവുകയാണ്. വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് ക്വിക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൂടെ ആഡ് ആകുകയാണ്. ഒരുപക്ഷേ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പുതിയ ഫീച്ചറൂടെ വാട്സ്ആപ്പിൽ ലോഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, വാട്സ്ആപ്പിൽ വീഡിയോ മെസ്സേജുകൾ നമുക്ക് അയക്കാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാമല്ലോ. ക്യാമറ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അയക്കുന്ന വീഡിയോ മെസ്സേജുകൾ മുമ്പ് നമുക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക, വാട്സ്ആപ്പിൽ നിങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോ മെസ്സേജിന്റെ അടുത്തായിട്ട് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വളരെ സീക്രട്ട് ആയിട്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലും വീഡിയോ മെസ്സേജുകൾ ആരും കാണില്ല എന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫോർവേഡ് ചെയ്യപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് പോലല്ല വീഡിയോ മെസ്സേജ്, അതൊന്ന് ഓർത്തോടുക. അതുകൊണ്ട് വീഡിയോ മെസ്സേജ് അയക്കുമ്പോൾ ഇനിയൊന്നും ശ്രദ്ധിച്ചോളുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒന്നും വീഡിയോ മെസ്സേജുകൾ ആർക്കും അയക്കരുത്. നമുക്ക് വാട്സ്ആപ്പിൽ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് എഴുതി അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് അതിന് റിപ്ലൈ ആയിട്ട് റിയാക്ഷൻ, ഇപ്പം ഒരു ലൈക്ക് ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് തിരിച്ച് അതിന് മറുപടി എഴുതി അയക്കേണ്ട കാര്യമൊന്നും റിയാക്ഷനിൽ നിർത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ റിയാക്ഷൻ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വാട്സപ്പിൽ കിട്ടും. അപ്പം നമ്മൾ അയക്കുന്ന മെസ്സേജിനുള്ള റിപ്ലൈ ഇല്ല, ജസ്റ്റ് റിയാക്ഷൻ ആണെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പലപ്പോഴും തലവേദനയായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ റിയാക്ഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈക്ക് റിയാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ എനേബിൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതേപോലുള്ള റിയാക്ഷൻ മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ മറ്റൊരാളുടെ കോൺടാക്റ്റിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ നമുക്ക് അത് സെർച്ച് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ വാട്സപ്പിന്റെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കുക? കുറെ കോൺടാക്ട്സും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. എന്നാൽ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഡയലർ വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫോൺ ഡയലർ പോലെ വാട്സപ്പിൽ ഒരു ഡയലർ വരും. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. അഞ്ചാമത്തെ അപ്ഡേറ്റും ഇൻട്രസ്റ്റിംഗ് ആണ്. വാട്സപ്പ് വീഡിയോ കോൾ ഇവന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു വീഡിയോ കോൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ആളുകളെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഇവന്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ആ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈമിലും ഡേയിലും ആ വീഡിയോ കോൾ സ്റ്റാർട്ട് ആകും. നമ്മൾ ആരെയൊക്കെയാണോ ഈ വാട്സ്ആപ്പ് വീഡിയോ കോൾ ഇവന്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോവുകയും എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീച്ചറും കൊള്ളാം, നല്ല യൂസ്ഫുൾ ആവും. കാരണം നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന, അതിന്റെ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റഡി ഇവന്റ് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ സംസാരിക്കാനാണെങ്കിൽ പോലും കുറെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവന്റിലൂടെ അത് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പിൽ നമുക്ക് ഇനി ഫേവറേറ്റ് കോൺടാക്ട്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഫേവറേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അങ്ങനെ കുറെ അധികം പരിപാടികൾ ഈ ഫേവറേറ്റ്സിൽ ഇനി നമുക്ക് പറ്റുന്നതാണ്. അതായത് വാട്സപ്പിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഫീച്ചറാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കോൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെയൊക്കെ തന്നെ നമുക്ക് ആ ഫേവറേറ്റ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആ ഫേവറേറ്റ് ലിസ്റ്റിനുള്ളിലും കുറെ പുതിയ ഫീച്ചറുകൾ വരാൻ പോകുന്നുണ്ട്. വാട്സപ്പിലെ ഏഴാമത്തെ അപ്ഡേറ്റ്, റീസെന്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പുതിയ ടാബ് വാട്സപ്പിൽ വരും. ടാബ് ആയിരിക്കും ഒരു പുതിയ സെക്ഷൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരാനായിട്ട് പോകുന്നത്. അതായത് വാട്സപ്പിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആരൊക്കെ റീസെന്റ് ആയിട്ട് ഓൺലൈൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓരോരുത്തരുടെ കോൺടാക്ട് ലിസ്റ്റ് ഓപ്പൺ ആക്കി നോക്കേണ്ട കാര്യമില്ല. റീസെന്റ് ഓൺലൈൻ ആയിരുന്നവരെല്ലാം ഒരു ലിസ്റ്റ് അവിടെ ലഭിക്കും. ഈ ഒരു അപ്ഡേറ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും അപ്ഡേറ്റ്സുകളാണ് വാട്സപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ കിട്ടുന്ന ലൈക്ക് ഒക്കെ
നോക്കിയതിന് ശേഷമേ അടുത്ത വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. വാട്സപ്പിന്റെ ബിസിനസ് ആപ്പിലും കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കാവുന്ന കമന്റ് ചെയ്തേക്കുക. അപ്പോൾ വാട്സപ്പ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചും വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു സെക്ഷനോടെ നമ്മൾ വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു റൂമേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.